ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെ ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കേണ്ടത് നോക്കാം. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഒരു സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ മറികടന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആ ഒരു നിയന്ത്രണങ്ങൾ അതൊക്കെ മാറ്റി നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, കാരണം എനിക്കിങ്ങനെ പറ്റുള്ളൂ, ഈ കാര്യങ്ങളെ പറ്റുള്ളൂ, എനിക്കിതൊന്നും പുറത്ത് കിടക്കാൻ പറ്റൂല, അങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ടല്ലോ, നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന ചില ഒരു മെൻ്റൽ ട്രാപ്പ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങേണ്ട സമയമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വളരെയധികം തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് കാണുന്നത്. ബ്രൂമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിക്കളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നുകിൽ അത് നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കാം, പാസ്റ്റിൽ ചിലപ്പോൾ ഓർമ്മകളോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്യുന്ന ചില വ്യക്തികളോ സാഹചര്യങ്ങളോ, അത് ചിലപ്പോൾ ജോലിയാകാട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോലിയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് ആ ഒരു സമയം വരെ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ആയിരിക്കും. അത് നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ വീണ്ടും ആ ഒരു ജോലി തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മാറ്റാതെ നമുക്ക് സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ പ്രതികൂലമായി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് മതിയാക്കൂ എന്നായിരിക്കും സാഹചര്യം നിങ്ങളോട് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വീണ്ടും ആ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ബ്ലോക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് ബ്ലോക്കുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം ഈ ഒരു ജന്മത്തിൽ ഇത്ര നാൾ ചെയ്താൽ മതി എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സോൾ പറയുന്നത്. പക്ഷെ അത് നമ്മളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ലിമിറ്റേഷൻസിൽ മാത്രം വിശ്വസിക്കുന്നു. നമുക്ക് അയ്യോ ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ചിന്താഗതിയുണ്ട്. ഇതില്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആൾക്കാർ അതൊന്നും മതിയാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഈ ഒരു സമയമുണ്ട്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലുള്ള ഓവർ അറ്റാച്ച്മെൻ്റ് ആകാം. ഇപ്പം റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ ചിലപ്പോൾ ഉപേക്ഷിക്കണം എന്നുള്ളതായിരിക്കില്ല. ചില വ്യക്തികളോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ കാർമികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചത് വീണ്ടും നമ്മളെ തലയിലേക്ക് എടുക്കുന്ന ഒരു എനർജി ആകാം. ചില ആൾക്കാരെ നമ്മൾ സഹായിക്കുന്നതിന് പരിധികളുണ്ട്. അപ്പോൾ ഈ പരിധിയൊക്കെ കഴിഞ്ഞു പോയിട്ട് നമ്മൾ വീണ്ടും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ചില ആൾക്കാർക്ക് അവരുടെ കാർമികമായിട്ടുള്ള കാര്യങ്ങളെ അനുഭവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ അത് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും. അവരോടുള്ള സ്നേഹം കൂടുതലും കൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ അവരുടെ കാർമിക് ഡെപ്റ്റുകൾ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആവശ്യമില്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഡസ്റ്റ്ബിന്നിൽ കളയുക. ഒന്ന് ഫ്രഷപ്പ് ആക്കി വെക്കുക, ഫ്രഷ് ചെയ്ത് വെക്കുക. കാരണം
പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ട് വെക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രഷ് എയർ അതിനകത്ത് കയറണമെങ്കിൽ പോലും നമ്മൾ ഈ കുറേ ഡസ്റ്റ് അതിനകത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങളുടെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ കളഞ്ഞ് സ്പേസ് ഉണ്ടാക്കി വെക്കണം. എന്നാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ടവറാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നിങ്ങൾ സാക്ഷിയാവുകയോ ചെയ്തേക്കാം ഇന്ന്. അങ്ങനെ ചിലപ്പം അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു കാര്യമാണ് അത് ഇന്ന് സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. അത് ചിലപ്പം നല്ലതും ആകാം, ചിലപ്പം മോശമാകാം. അപ്പോൾ ഇതിൽ ചിലപ്പം നിങ്ങൾ ഒരു അപകടത്തിൽ നിന്നൊക്കെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ ഒരു അപകടം കാണുന്നതായിരിക്കാം. അതിൽ നിന്നും ചിലപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനകളുണ്ട്, നിങ്ങളതിൽ അതിന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു എനർജി ഉണ്ട്. സാക്ഷിയാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചില കാര്യങ്ങളിൽ നമ്മൾ സാക്ഷിയാകേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സെൽഫ് റിയലൈസേഷനും കൂടി ഉണ്ട്. ഇത് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണ്, അത് നല്ലതാണോ ചീത്തയാണോ, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണോ, അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞത് പുറത്തേക്ക് വിടുന്നൊരു എനർജിയാണ്. അതൊന്ന് ക്ലിയർ ചെയ്യുന്ന മോശമായിട്ടുള്ള എനർജി, അതായത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കി കളയണം എന്നുകൂടിയാണ് ഇന്ന് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ, നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിച്ചിരുന്നോ, ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു സമയം നിങ്ങൾ അവിടെയാണ്, അല്ലെങ്കിൽ ഉടനെ തന്നെ അവിടേക്ക് എത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ ചെയ്തു വെച്ച നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് നല്ല ജോലിയായിട്ടാകാം, നല്ല പാർട്ട്ണറായിട്ടാകാം, നല്ല കുട്ടികളായിട്ടാകാം, അബണ്ടൻസ് ആയിട്ടാകാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ചെറിയ ഐഡിയ, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐഡിയ, വളരെ ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെ ഇനി നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. അതിനെ ഒന്ന് വിപുലീകരിച്ച് അതൊരു പ്രോജക്റ്റ് ആക്കി മാറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചില കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ മനസ്സിൽ ഒരുപാട് കാലം കൊണ്ടിട്ട് ഇങ്ങനെ കൂട്ടി ശരിക്കും നിങ്ങളത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അതിന് എങ്ങനെയാണ് ഇതിനൊരു എന്താണ് ഇനി എങ്ങനെ ഒരു പരിഹാരം കാണാം, അങ്ങനത്തെ ഒരു ചിന്തയിലിരുന്ന ആൾക്കാർക്ക് അതിനൊരു പരിഹാരം അത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ക്ലാരിറ്റി വരുന്നുണ്ട്. നമുക്കൊരു കാരണം കണ്ടാൽ മാത്രമേ അതിന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സംഭവം ഉണ്ട് നമ്മളുടെ മുന്നിൽ, അതിന്റെ കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഒരു കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. 2 of Cupsന്റെ എനർജിയാണ്. റിലേഷൻഷിപ്പിൽ വളരെ സേഫായിട്ട് വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു എനർജി, അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ട് വീണ്ടും ഒരു റീകൺസിലിയേഷനാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അവരോടൊപ്പം വീണ്ടും ഒരു ജീവിതം ഉണ്ടാകും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വളരെ വലിയ പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. സന്തോഷിക്കാൻ പറ്റും, വളരെയധികം സന്തോഷിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്താൽ അതിൽ വിജയം ഉണ്ടാകും എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതില് നിങ്ങൾ എപ്പോഴും ഒരു പ്രണയത്തിന്റെ ഒരു എനർജിയിൽ ഇരിക്കാൻ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ സന്തോഷത്തിൽ
നിങ്ങളൊരു ലവറിനെ പോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരുണ്ടായിരിക്കും ഇതിനകത്ത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും പ്രണയിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും നല്ല വെർഷൻ കണ്ടെത്തുന്നത് നമ്മളൊരു നല്ല പ്രണയത്തിലെത്തുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല ഒരു പ്രണയത്തിലാണ് എന്നുള്ളതാണ്. അത് നിങ്ങളോടുള്ള പ്രണയം തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ഇത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തുള്ളതിൻ്റെ ഒരു സന്തോഷവും ആകാം. ഇതിൽ ഒരു ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് വേറൊരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ആ കാര്യത്തെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പം വിചാരിക്കും ഇതെനിക്ക് ഒട്ടും പറ്റൂല, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിലനിന്നത്. അത് വേറൊരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ അത് ചിന്തിക്കുന്നു. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ച കാര്യമല്ല അതിൻ്റെ പിന്നിലെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു സ്പിരിച്വൽ എവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേണിക്ക് കാരണക്കാരായ ആൾക്കാരോടും സാഹചര്യത്തോടും നിങ്ങൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിനിലൂടെ ആയിരിക്കും നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് കിട്ടിയത്. അതപ്പോൾ ആ ഒരു വ്യക്തികളോടും സാഹചര്യത്തോടും നിങ്ങൾക്ക് ഈ ഒരു സമയവും വളരെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം. സന്തോഷമാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്, അല്ലാതെ ഒരിക്കലും ദുഃഖമല്ല. അത് മനസ്സിലാക്കുക. ചാരിയട്ടാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക്, പാസ്റ്റിൽ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സന്തോഷമായിട്ട് അത് വരുന്നു എന്നുള്ളതാണ്. വളരെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്കിപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ആ ഒരു കുറേ കാര്യങ്ങളിൽ നിന്നും ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അത് ഇന്നത്തെ ദിവസം നടത്തണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, വളരെ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പുതിയൊരു കാര്യം തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട്. ഇത് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഇതും അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുകയോ വീടിന്റെ പണി തുടങ്ങുകയോ ഒരു വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ ആൾക്കാർക്കും വീടാണ് അല്ലെങ്കിൽ ഒരു ജോലിയാണ്. അപ്പോൾ ഇത് രണ്ടും അതിലൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. ചിലപ്പോൾ പഴയ വീട് നിങ്ങൾ മാറി ഒരു പുതിയ വീട് നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ പഴയ ജോലി സ്ഥലത്ത് നിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ജോലിക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ അത് വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കുറേയധികം ആവശ്യങ്ങളും കുറച്ച് പൈസയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഒരു മണി മാനേജ്മെൻ്റ് ഒക്കെ ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ കിട്ടുന്നത് മുഴുവൻ നിങ്ങൾ ചിലവാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല, കുറച്ച് പൈസയെങ്കിലും അതൊന്ന് മിച്ചം പിടിക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ സേവിങ്സ് ഒക്കെ തുടങ്ങുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഒരു സേവിങ്സിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. ഏവേക്കണിങ് ആണ്. അപ്പോൾ ഇതിലും നേരത്തെ ഒരു ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഇൻസൈറ്റ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ഈ അടുത്ത ദിവസങ്ങളിലോ ഇന്നോ സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു പുതിയ കാഴ്ചപ്പാട്, നമ്മൾ ഇതുവരെ ജീവിതത്തെ കണ്ടതുപോലെയല്ല അല്ലെങ്കിൽ ചില വ്യക്തികളെ കണ്ടതുപോലെയല്ല, അങ്ങനെ ഒരു പുതിയ ഒരു രീതിയിൽ അവരെ കാണാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കും എന്നാണ് കാണുന്നത്.
യൂണീക്കാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മുടെ യൂണീക്നെസ്സിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. എല്ലാ വ്യക്തികളും യൂണീക്കാണ്. അപ്പം നമ്മളെ സൃഷ്ടിച്ചതുപോലെ ദൈവം വേറെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ അറിയാലോ, എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ തമ്പ് ഇംപ്രഷനും നമ്മളുടെ കണ്ണും ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഐ ടെസ്റ്റിലൊക്കെ എത്ര ആൾക്കാരുണ്ടെങ്കിലും, എത്ര കോടിക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു അതുപോലെ വേറെ ഒരാളിനും അത് ഉണ്ടാക്കാൻ പറ്റില്ല, അത് പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു എയർപോർട്ടിലൊക്കെ ആ ഒരു ഐ ടെസ്റ്റ് നടത്തുന്നത്. അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ യൂണീക്കാണ്. നമ്മളുടെ കുറവുകൾ മാത്രം കാണാതെ നമ്മളുടെ ക്വാളിറ്റികളും കാണാൻ ശ്രമിക്കുക. നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഗിൽറ്റ് ഫീലിങ്ങോടുകൂടി ഇരിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്നത്തെ ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ആരോടും കക്ഷി ചേരാതിരിക്കുക. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചേരരുത്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഗുണങ്ങളെ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ലൈഫ് ടൈമിൽ, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്വാളിറ്റി ദൈവം തന്നിട്ടുണ്ട്, എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ ചിന്തിച്ച് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെ ഒരിക്കലും ഡീപ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ദിവസം ഒരു പ്രൊമോഷൻ പോലത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ അങ്ങനത്തെ ഒരു കാര്യമോ ഒക്കെ ഉണ്ട്. ഒരു മാനേജറിൽ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ഏറ്റവും പ്രാർത്ഥിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു ആഗ്രഹം സഫലീകരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്കൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. നമ്മളുടെ മിറക്കിൾ എന്ന് പറയില്ലേ, മിറക്കിളൊക്കെ സംഭവിക്കേണ്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഫുൾഫിൽഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ് പൊതുവേ നിങ്ങൾക്ക്. ഇനി ഇതിൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സോയിലാണ്, സ്റ്റെബിലിറ്റി, സിംപ്ലിസിറ്റി ആണ്. അപ്പോൾ ഇതിൽ സോയിൽ കാർഡ് നമ്മളോട് പറയുന്നത്, നമുക്കറിയാമല്ലോ, നമ്മൾ എന്ത് കാര്യം നമുക്ക് നടണമെങ്കിലും മണ്ണ് വേണം. മണ്ണാണ് അതിൻ്റെ ബേസിക്. പക്ഷേ ആ മണ്ണിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വിത്ത് വേണം, വളം വേണം, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്കൊരു പ്ലാന്റ് വളർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ വളരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം അത് മണ്ണാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ബേസിക് മറന്നു പോകരുത് എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു കാര്യം ഇല്ലാതെ ഈ ബേസിക് മാത്രം മതിയെന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ്. അപ്പം എല്ലാം വേണ്ട രീതിയിൽ, വേണ്ട തരത്തിലുള്ള പ്രൊപ്പോർഷൻ ആയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ മണ്ണുണ്ടെങ്കിലും നമുക്ക് വെള്ളം വേണം, വളം വേണം, വിത്ത് വേണം, എല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ചെടി വളരാൻ പറ്റുന്നത്. അപ്പം എപ്പോഴും നമ്മൾ മാത്രമല്ല, നമ്മളുടെ കൂടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ളതാണ്, നമ്മൾ മണ്ണാണെന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ കൂടെ അത് മണ്ണ് മാത്രം പോരാ, അതിന് വെള്ളവും വളവും ധാന്യങ്ങളും ഒക്കെ വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗാർഡൻ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ടെൻ്റാണ് മെയിൻ്റനൻസ്, എൻകറേജ്മെന്റ് ആൻഡ് ഗൈഡൻസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ്റനൻസ് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വിത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഇടയിലുള്ള കളകളൊക്കെ പറിച്ചു കൊടുക്കണം, വെള്ളം ഒഴിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം നമുക്ക്, മാത്രമല്ല അതിനെ എൻകറേജ് ചെയ്ത് കൊടുക്കുകയും വേണം, അതിനുള്ളൊരു ഗൈഡൻസ് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് എന്തൊക്കെ ആ ഒരു കാര്യം ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോവുകയല്ല വേണ്ടത്. ആ ഒരു കാര്യം വളരാൻ വേണ്ടിയിട്ട് നമ്മളതിനെ വെള്ളം നനച്ചു കൊടുത്ത്, മാത്രമല്ല ഗൈഡൻസ് എടുത്ത്,
അതിന് വളരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു തുടങ്ങിയെങ്കിൽ നമ്മൾ ആ ചെയ്തു തുടങ്ങിയത് ഫിനിഷ് ചെയ്ത് പോവുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഒരു ചെടിയെ സംരക്ഷിക്കുന്നത് പോലെ, അതിൻ്റെ കളകൾ പറിച്ച് മാറ്റുന്നത് പോലെ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ, അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലുള്ള കളകളെയൊക്കെ പറിച്ചു കൊടുക്കുക, നമുക്ക് ഇപ്പോൾ നറിഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ നമുക്കും ആവശ്യമാണ് പോഷണവും വെള്ളവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതാണ് മെഡിറ്റേഷനും പ്രാർത്ഥനയും നല്ല ചിന്തകളും. നമ്മളുടെ ആവശ്യമില്ലാത്ത തോട്ട്സാണ് ഈ കളകൾ. അതെല്ലാം പറിച്ചു കളഞ്ഞ് നമ്മളെ ഒന്ന് ഫ്രഷപ്പാക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറിച്ചു കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ട പോഷണമായ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സും അഫർമേഷനും പ്രാർത്ഥനകളോടുകൂടി നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നോക്കാം, പെൻഡുലം നോക്കാം. പെൻഡുലത്തിൽ എന്താണ് ഇന്ന് പെൻഡുലത്തിന് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, അത് ഇന്ന് നടക്കുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്ന് പെൻഡുലത്തോട് പ്രാർത്ഥിച്ചിട്ട് ചോദിക്കുക. നമുക്ക് നോക്കാം. നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇത് നിങ്ങൾ നടക്കൂല എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞ എന്തോ കാര്യം ഇന്ന് നടക്കും എന്നാണ് കാണുക കേട്ടോ. നിങ്ങൾ ഇത് നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകളഞ്ഞതായിരിക്കും. പ്രതീക്ഷയില്ലാത്തൊരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത്. താങ്ക് യു. അപ്പോൾ ഇന്ന് വിട്ടുകളഞ്ഞൊരു കാര്യം, നടക്കൂല എന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.